സായിരാം. ഗോപിക ഉണ്ടോ? സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യജ്ഞത്തിന്റെ 233 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് MP കാസർഗോഡാണ്. ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അസലാമേനോൻ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് ഗോപിക ഫ്രം മലപ്പുറമാണ്. വന്നിട്ടുണ്ടോ ഗോപിക? സായിരാം ചേച്ചി. സൈറാം. ഗോപിക ഉണ്ടോ? ബാക്കി എല്ലാവരും വീഡിയോസ് അണയ്ക്കണേ. സുഭാഷിനി തങ്കൊക്കെ വീഡിയോ അണയ്ക്കും. സായിരാം ചേച്ചി വന്നിട്ടുണ്ട്. ഗോപിക വന്നിട്ടുണ്ട് ചേച്ചി. ഗോപിക, ഞാൻ 3 പ്രാവശ്യം ഓംകാരവും ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞു കഴിയുമ്പോ ഗോപിക വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സൈറാം. സായിരാം. അത് ശ്രീനിവാസൻ സമ്മതിക്കില്ല. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സൈറാം. ഗോപിക വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. ചേച്ചി വീഡിയോ ഓൺ ആക്കണം നിർബന്ധമുണ്ടോ? വീഡിയോ ഓൺ ആക്കുന്നില്ലെങ്കിൽ വായിച്ചോളൂ. ഇടയ്ക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് ആരാണ് എവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓഫ് ചെയ്തോളൂ കേട്ടോ. ചേച്ചി. ആണുങ്ങളായാലേ പറയുന്ന വാക്കിന്റെ വില വേണം. വിക്രമേട്ടന് ഒരു ആൺകുട്ടിയാണെന്നായിരുന്നു എന്റെ വിശ്വാസം. എന്നോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനെന്നല്ല, ഒരു പെൺകുട്ടിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സായിരാം. സാമൂഹ്യബോധം വികസിപ്പിക്കുക. വിദ്യാഭ്യാസ അഭിവൃദ്ധിയുടെ പേരിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് സദാചാരരഹിതവും എല്ലാ തരത്തിലുമുള്ള വിലക്ഷണവുമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ മുഖമുദ്രകളായ വിനയത്തിന്റെയും അച്ചടക്കത്തിന്റെയും കണിക പോലുമില്ല. വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കേണ്ട സൽസ്വഭാവത്തിന്റെയും നല്ല പെരുമാറ്റത്തിന്റെയും സ്ഥാനത്ത് അവരിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഭൗതികത, ആർഭാടം, അഹങ്കാരം എന്നിവയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അഭിവൃദ്ധിയോടൊപ്പം ലോകത്ത് ശാന്തിയുടെയും സുരക്ഷിതത്വത്തിന്റെയും ക്ഷയവും സംഭവിച്ചിട്ടുണ്ട്. അനഭിലഷണീയമായ ആഗ്രഹങ്ങൾ വളർത്തുന്നതോടൊപ്പം ആധുനിക വിദ്യാർത്ഥി അവന്റെ മനസ്സും ദുഷിപ്പിക്കുന്നു. ഉൾക്കാഴ്ചയ്ക്കുള്ള കഴിവും അവന് കുറവാണ്. പക്ഷേ അവന്റെ ബാഹ്യവീക്ഷണം എല്ലാ ദിശകളിലേക്കും തിരിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ആരാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു നല്ല മനുഷ്യനെ വേർതിരിക്കുന്ന ഘടകങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുന്നതിന് വിദ്യാർത്ഥി പ്രാഥമികമായി പരിശ്രമിക്കണം. മനുഷ്യൻ എന്നാൽ ഒരു വിശ്വാസമുള്ള വ്യക്തി എന്നർത്ഥം. ഒരുവൻ തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ അവന്റെ ശ്രദ്ധ വർദ്ധിക്കുന്നു. മനുഷ്യൻ തന്റെ പവിത്രതയെ തിരിച്ചറിയണം. ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായമോ ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥിതിയോ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ മാർഗങ്ങളിലൂടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. ശുദ്ധഹൃദയരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു തലമുറ വളർത്തിക്കൊണ്ടുവരുന്നതിന് പവിത്രതയുടെയും ഒരു ആത്മാർത്ഥതയുടെയും ഒരു അന്തരീക്ഷം വേണം. ഇതിന് സദാചാര ബോധവും സത്യത്തോടുള്ള ഭക്തിയും വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സ്വഭാവവും സത്യവും മനുഷ്യ വ്യക്തിത്വത്തിന്റെ ആധ്യാത്മിക ഭാവത്തെ ഉണർത്തുന്നതിന് സഹായിക്കുന്നു. അതിനാൽ ആധ്യാത്മികതയാണ് നിർമ്മല ചിത്തരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളെയും വാർത്തെടുക്കുന്നതിന് അടിസ്ഥാനം.
അത്തരത്തിലുള്ള ശുദ്ധചിത്തരായ യുവാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രത്തിന് ശാന്തിയും സമൃദ്ധിയും ഉണ്ടാകൂ. ഒരു നല്ല ജീവിതം നയിക്കുന്നതിൽ വിദ്യാർത്ഥികൾ അവരുടെ സ്വാർത്ഥത കൈവെടിയണം. നിർഭാഗ്യവശാൽ ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ത്യാഗമനസ്കത ദർശിക്കാനാകുന്നില്ല. ആത്മീയ സമ്പത്താണ് ഭൗതിക സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠം. വിദ്യാർത്ഥികൾ ഇന്ന് ചില മാനസികമായ തളർച്ച അനുഭവിക്കുന്നുണ്ട്. സമ്പത്തും പദവിയും വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് അനിവാര്യമാണ് എന്ന ചിന്തയാണ് അവയിൽ ഒന്ന്. ഇതിനു മാത്രമാണ് അന്വേഷിച്ച് കണ്ടെത്തിയതെന്നവർ കരുതുന്നു. ഇത് പൂർണ്ണമായും തെറ്റാണ്. കഴിഞ്ഞ കാലങ്ങളിലെ മഹാന്മാരായ ഭരണാധികാരികളായിരുന്ന ജനകനും ശിവജിയും അവർ തങ്ങളെ തന്നെ യാജ്ഞവൽക്കരിക്കും മുനിയിലും സമർത്ഥ രാമദാസനും മറ്റും സ്വയം സമർപ്പിച്ചതിന്റെ ആന്തരികമായ പൊരുൾ എന്താണ്? അവർക്ക് സമ്പത്തിനും അധികാരത്തിനും കുറവൊന്നുമില്ലായിരുന്നു. പക്ഷേ അവർ ആത്മീയ സമ്പത്തിന് മറ്റെല്ലാ ഭൗതിക സമ്പത്തിനേക്കാളും ആദരവ് കൽപ്പിച്ചിരുന്നു. ഈശ്വര വിശ്വാസത്തെക്കാൾ അധികാരത്തിനും പദവിക്കും മൂല്യം കൽപ്പിച്ചിരുന്ന കൗരവരെ പോലെയുള്ള മനുഷ്യരുടെ ജീവിതം ദുരിതപൂർണമായ പരിസമാപ്തിയിലാണ് എത്തിയത്. ഭൗതിക സമ്പത്ത് ജീവിക്കുന്നതിന് ആവശ്യമാണ് എന്നത് സത്യം തന്നെ. പക്ഷേ സമ്പത്താണ് ജീവിതത്തിന്റെ സർവസ്വവും എന്ന നില അരുത്. മനുഷ്യജീവിതം ഈശ്വരനിൽ നിന്നും വന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഈശ്വരാർപ്പണമാക്കുകയും ധർമ്മത്തിന്റെ പാത പിന്തുടരുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവിതം പാവനമാക്കാനും ശാന്തി, സന്തുഷ്ടി, സമൃദ്ധി എന്നിവ നേടാനുമാകും. സ്വയം കൈകാര്യകർത്തൃത്വമാണ് ആദ്യത്തെ ആവശ്യകത. MBA വിദ്യാർത്ഥികളെ വിവിധ മേഖലകളിലെ കൈകാര്യകർത്തൃത്വം പഠിപ്പിക്കുന്നു. ധനകാര്യവും വാണിജ്യവും മറ്റും. ഇവയെക്കാളെല്ലാം ഉപരി പ്രധാനപ്പെട്ട മേഖല സ്വയം കൈകാര്യകർത്തൃത്വം അഥവാ മാനവ കൈകാര്യകർത്തൃത്വം എന്നതാണ്. തന്നെ കൈകാര്യം ചെയ്യാനാവാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ആദ്യത്തെ ആവശ്യകത സ്വയം കൈകാര്യകർത്തൃത്വം ആണ്. ഇവിടെ സ്വാർത്ഥ താല്പര്യത്തിന് സ്ഥാനമില്ല. ആർക്കും അവനവനിൽ തന്നെ ഒരു ദ്വീപായി ചുരുങ്ങാനാവില്ല. ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഒരുവനോട് ചോദിച്ചാൽ അയാൾ ഉത്തരം പറയുമായിരിക്കും അയാൾക്കു വേണ്ടിയെന്ന്. വീണ്ടും ഉദ്യോഗത്തെ സംബന്ധിച്ച് ഒരു ചോദ്യം ആവർത്തിച്ചാൽ അയാൾ പറയും അയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയാണെന്ന്. കൂടുതൽ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചാൽ അയാളുടെ ആവശ്യങ്ങൾക്കും അയാളുടെ കുടുംബാവശ്യങ്ങൾക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആശ്രയത്വം അയാൾ സമ്മതിക്കും. ഒരു വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തെ ആശ്രയിക്കാതെ നിലനിൽക്കാനാവില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അധികാര സ്ഥാനങ്ങളിലും രാഷ്ട്രീയത്തിലും വ്യവസായത്തിലും മറ്റും വ്യവഹരിക്കുന്നു. ഇവരിൽ ഒട്ടുമിക്ക ആളുകളും അവരെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും മാത്രം പരിഗണനയുള്ളവരായിരിക്കും. വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും സാമൂഹ്യ ബോധമുള്ളവർ. സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്ക് കാരണം എന്താണ്? സാമൂഹ്യ പ്രതിബദ്ധതയുടെ കുറവാണ് ഇതിന് കാരണം. ഓരോ വ്യക്തിയും സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കേണ്ടതും സമൂഹമില്ലാതെ തനിക്ക് ഒരു കുടുംബജീവിതം നയിക്കാനാവില്ല എന്ന് തിരിച്ചറിയേണ്ടതും അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾ അതുകൊണ്ട് സാമൂഹ്യ ബോധം വളർത്തിയെടുക്കണം. അവരവരുടെയും കുടുംബത്തിന്റെയും താല്പര്യങ്ങൾക്ക് അതീതമായി ഓരോ പ്രവൃത്തിയിലൂടെയും എങ്ങനെ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താമെന്ന് അവർ സ്വയം ചോദിക്കണം. എല്ലാവരും ചിന്തിക്കണം, ഞാൻ സമൂഹത്തിന്റെ ഭാഗമാണെന്ന്. എന്റെ സുസ്ഥിതി മറ്റുള്ളവരുടെ സ്വാസ്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ആധ്യാത്മികതയുടെ ക്ഷീണദശയാണ് രാജ്യത്തെ എല്ലാ ദുരിതങ്ങളിലേക്കും അവ്യവസ്ഥകളിലേക്കും നയിക്കുന്നത്. ഈ ലോകത്ത് ഇന്ന് മനുഷ്യ മനസ്സ് മുതൽ സർവ്വതും വായു, വെള്ളം എന്നിവയെല്ലാം മലിനപ്പെട്ടിരിക്കുന്നു. പഞ്ചഭൂതങ്ങളും മലിനപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ജീവിതമാകട്ടെ ഈ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനാൽ ഈ പഞ്ചഭൂതങ്ങളിലെ മാലിന്യ സ്വരൂപമാണ് മനുഷ്യൻ. മനുഷ്യ ജീവിതത്തിന് ശുചിഭംഗം സംഭവിച്ചിരിക്കുന്നു. സദാചാര മൂല്യങ്ങൾ ദിനം പ്രതി ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യനിൽ മൃഗീയവാസന നൃത്തമാടുന്നു. മനുഷ്യനെ ദൈവിക പ്രകൃതി പരിപോഷിക്കുന്നതിലൂടെ മാത്രമേ ഈ മൃഗീയത്വം നശിപ്പിക്കാനും മനുഷ്യന് ഈശ്വരന്റെ തലത്തിലേക്ക് ഉയരാനുമാകൂ. ഇതിനു മനുഷ്യൻ അവന്റെ സ്വാർത്ഥത കൈവെടിയണം. വേതനവും സദാചാര നിഷ്ഠയും തമ്മിലുള്ള പ്രതിലോമ ബന്ധം. വിദ്യാഭ്യാസം സമാജ സേവയ്ക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് MBA വിദ്യാർത്ഥികൾ ബിരുദം നേടിക്കഴിഞ്ഞ് വലിയ കമ്പനികൾ മാനേജർമാരാകാനും സുഖജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്നു. മാനേജർ ഉദ്യോഗം നല്ല വേതനം കിട്ടുന്നതും ഒന്നാണ്. വലിയ വേതനത്തിന് കാരണം ആവശ്യങ്ങൾക്ക് അനുപാതികമായുള്ള ഉൽപാദനക്കുറവും അതുമൂലമുള്ള നാണയപ്പെരുപ്പുമാണ്. വരുമാന വർധനനുസൃതമായി സദാചാര മൂല്യം ക്ഷയിച്ചു. സദാചാര മൂല്യങ്ങളുടെ തകർച്ചയോടെ രാഷ്ട്രം കലാപത്തിന്റെയും അവ്യവസ്ഥയുടെയും ഇരയായി മാറി. വലിയ ആദായം കൈപ്പറ്റുന്നവർ സ്വയം ചോദിക്കണം, അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ളതാണോ എന്ന്. പല കമ്പനികളിലും ചെലവ് വരുമാനത്തെ അധികരിക്കുന്നു. ജോലി സംബന്ധമായ നൈതികതയുടെ അഭാവമാണ് ഈ സാഹചര്യത്തിന് കാരണം. ഇന്ത്യയുടെ സ്ഥിതി മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വളരെ മോശമാണ്. ഉദാസീനത വർദ്ധിച്ചു വരുന്നു.
വിദ്യാർത്ഥികൾ ജപ്പാനിലെയും ഭാരതത്തിലെയും സ്ഥിതിഗതികൾ താരതമ്യം ചെയ്യണം. ജപ്പാൻകാർക്ക് കർമ്മോത്സുകം ഉണ്ട്. അവർ കഠിനാധ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ ഉൽപാദനക്ഷമത വളരെയധികം കൂടുതലാണ്. അവർക്ക് വില നിലവാരം കുറച്ച് നിർത്താൻ സാധിക്കുന്നു. സമരത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അവർ തങ്ങളുടെ തൊഴിൽ ചെയ്യാതിരിക്കുന്നില്ല. ഇന്ത്യയിൽ ഉയർന്ന വേതനത്തിനു വേണ്ടിയുള്ള മുറവിളിയുണ്ട്. എന്നാൽ കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധത ഇല്ല താനും. ഈ സമീപനം നിമിത്തമാണ് ഇന്ത്യൻ സമ്പദ്ഘടന പരിതാപകരമായ സ്ഥിതിയിലെത്തിയത്. പ്രവൃത്തി, പ്രവൃത്തി, പ്രവൃത്തി. ഇതായിരിക്കണം മുദ്രാവാക്യം. ഒരു പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല. പ്രവൃത്തി, പ്രവൃത്തി, പ്രവൃത്തി. ഇതായിരിക്കണം അവരുടെ മുദ്രാവാക്യം. ഉദ്യോഗം ലഭിക്കും എന്നൊരു പ്രത്യാശയുമില്ലാത്തതിനാൽ വിദ്യാസമ്പന്നരായ യുവാക്കൾ നിരാശാഭരിതരും മാനസികമായി ക്ഷുഭിതരുമായി നക്സലൈറ്റുകളും ഭീകരവാദികളുമായി മാറുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ അത്തരം വഴിപിഴച്ച പ്രവണതകൾ വളർത്തിക്കൊണ്ടുവരരുത്. അവർ അവരുടെ കർത്തവ്യത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചാൽ മതി. അവരുടെ ഇഷ്ടാനുസരമുള്ള ഏതെങ്കിലും പ്രത്യേകതരം ഉദ്യോഗത്തിനായി കാത്തു നിൽക്കരുത്. കൽക്കട്ടയ്ക്ക് സമീപം വല്യപാറ എന്ന ഗ്രാമത്തിൽ 1973 ജനുവരി 28 ഒരു പ്ലാസ്റ്റിക് ഫാക്ടറി ആരംഭിച്ചു. ഒരു രാസദ്രാവകം ഫാക്ടറിയിൽ നിന്നും ബഹിർഗമിച്ചുകൊണ്ടിരുന്നു. ഒരു എണ്ണ വ്യാപാരി ഈ എണ്ണമായുള്ള പദാർത്ഥത്തിന്റെ ഒഴുക്ക് ശ്രദ്ധിച്ചു. അദ്ദേഹം ഈ ദ്രാവകം ശേഖരിച്ച് ഭക്ഷ്യ എണ്ണയുമായി കൂട്ടിക്കലർത്തി വിൽക്കാൻ ആരംഭിച്ചു. ഒരുതരം പകർച്ചവ്യാധിയായ പക്ഷാഘാതം എല്ലാവരെയും വീഴ്ത്തിക്കൊണ്ട് ഗ്രാമത്തിൽ പടർന്നു പിടിച്ചു. ഇതിനു പുറമെ ഔദ്യോഗിക അന്വേഷണത്തിന്റെ വെളിവായത് ഈ കച്ചവടക്കാരൻ വിറ്റ മായം ചേർന്ന എണ്ണ കഴിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ്. അമിതദായം നേടാനുള്ള അത്യാഗ്രഹത്താൽ ചില വ്യാപാരികൾ പവിത്രമായ മനുഷ്യജീവിതങ്ങൾ കൂടി അപകടത്തിലാക്കുന്നുണ്ട്. ഒരു വലിയ വിഭാഗം കച്ചവടങ്ങളും ഈ സ്വഭാവം വച്ചു പുലർത്തുന്നവരാണ്. ശുദ്ധമായ പാൽ, വെള്ളം, വായു എന്നിവ നമുക്ക് ലഭിക്കുന്നില്ല. എല്ലാ വസ്തുക്കളും മായം ചേർന്നതാണ്. പുതിയ കാർ പോലും വാങ്ങി അടുത്ത ദിവസം കുഴപ്പത്തിലാകുന്നു. ഇത്തരത്തിൽ ജീവിക്കാനുള്ള എല്ലാ വിഷയങ്ങളും മലിനപ്പെട്ടിരിക്കുന്നു. സ്വാർത്ഥതയാണ് ഇതിന്റെ അടിസ്ഥാനം. സദാചാര മൂല്യങ്ങളോടുള്ള അവഗണന മൂലം ഇത് വളർന്നു വരുന്നു. സദാചാരം എന്നാൽ നല്ല പെരുമാറ്റം. ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനെ ആസ്പദമാക്കിയാണ് സൽസ്വഭാവത്തിന്റെ സ്ഥിതി. ത്യാഗമനോഭാവം വളർത്തുക. തങ്ങളുടെ ഊർജവും കഴിവുകളും മറ്റുള്ളവരെ സേവനത്തിന് സമർപ്പിക്കാനായി വിദ്യാർത്ഥികൾ ത്യാഗവീര്യം നേടിയെടുക്കണം. ആദർശ ജീവിതം നയിക്കാൻ ഉതകുന്ന മാനുഷിക മൂല്യങ്ങൾ അവർ ഇതിനായി പരിപോഷിക്കണം. നിങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിച്ചാലും ആരെയൊക്കെ കണ്ടുമുട്ടിയാലും നിങ്ങൾ സൽപ്പേര് സമ്പാദിക്കണം. നിങ്ങൾക്ക് ഉന്നതമായ MBA ബിരുദം ഉണ്ടെന്ന ഭാവത്തിൽ നിങ്ങൾ അഹങ്കാരികളായി പെരുമാറരുത്. പ്രഹ്ലാദൻ എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും സാരത്തെക്കുറിച്ചുള്ള വെളിവാക്കിയിട്ടുള്ളത് ഓർമ്മിക്കുക. ഈശ്വര വിചാരം. സായിറാം. സൈറമോളെ വളരെ നന്നായിട്ട് വായിച്ചു. മോളുടെ അനുഭവങ്ങൾ പറഞ്ഞോളൂ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണായിരുന്നു ആരെയാണെന്ന്. എന്നിട്ട് ഓഫ് ചെയ്തോളൂ. സായിറാം ചേച്ചി. താങ്ക് യു. അനുഭവങ്ങൾ പറയൂട്ടോ. ഓഡിയോ ഓണല്ല. ഓഡിയോ ഓണാക്കൂ. എന്റെ പേര് ഗോപിക. ഞാനിപ്പോ +2 സ്റ്റുഡന്റ് ആണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റില് അരിയല്ലൂർ സമിതിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബാലവികാസിൽ വരുന്നത് കോവിഡ് ടൈമിലായിരുന്നു. എൻ്റെ ബാലവികാസ് ഗുരു സ്മിതേച്ചി ആയിരുന്നു. സ്മിതേച്ചിയുടെ സഹായത്തോടെയാണ് ഞാനും എൻ്റെ ചേച്ചിയും 3rd ഇയർ എക്സാം കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങളുടെ ബാലവികാസ് ക്ലാസ് കോവിഡ് ടൈമിൽ ആയതുകൊണ്ട് തന്നെ സ്മിതേച്ചി ക്ലാസ് ഒക്കെ ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ബാലവികാസ് കുട്ടികളെ ആയിട്ട് ഞങ്ങൾക്ക് വലിയ കണക്ഷനോ അല്ലെങ്കിൽ വലിയ പരിചയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ കുറേ സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വാമി ഈ സ്കൂളൊക്കെ ഒന്ന് തുറന്നിരുന്നെങ്കിൽ. അന്ന് സ്കൂളൊന്നും തുറക്കാതെ കുറേ വീട്ടിലിരുന്ന് ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ആയിരുന്നു. അപ്പം സ്വാമിയുടെ അടുത്ത് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. സ്വാമി സമിതിയിലേക്കൊക്കെ ഒന്ന് പോകാൻ കഴിഞ്ഞ ബാലവികാസ് ക്ലാസ്സിലൊക്കെ ഒന്ന് ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും സ്കൂളുകളൊക്കെ തുറക്കാൻ തുടങ്ങി. പതിയെ ബാച്ചുകളാക്കി ക്ലാസ് ഒക്കെ ആരംഭിച്ചു. ആ സമയത്താണ് ചേച്ചി ബാലവികാസ് ക്ലാസ് ചേച്ചിയുടെ വീട്ടില് വീണ്ടും തുടങ്ങിയത്. ശരിക്കും അത് എല്ലാവരുടെയും ഒരു പ്രാർത്ഥന സ്വാമി കേട്ടതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അനുഭവങ്ങൾ എന്ന് പറയാന് സ്വാമി വളരെ കുറച്ച് അനുഭവങ്ങളെ എനിക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ
അതെല്ലാം എൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഏഹ്, കുറച്ച് അനുഭവങ്ങളായിരുന്നു. അതിലൊന്നെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ബാലവികാസിന്റെ സെക്കൻഡ് ഇയർ എക്സാം ഒക്കെ കഴിഞ്ഞ് തേർഡ് ഇയർ എക്സാമിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. എനിക്ക് അതിൽ സബ്ജക്റ്റ് ആയിട്ട് കിട്ടിയത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് ചെയ്യാനാണ്. പക്ഷെ ഞാനത് എക്സാം സ്കൂളിൽ എക്സാം ഉള്ള ടൈമിലായിരുന്നു ഇത് പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഞാനിത് അറിയുന്നത് ഒരു 2 ദിവസം മുന്നെയാണ്. അപ്പോൾ ഒരു നൈറ്റും ഒരു ഡേയും മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് ഞാൻ മറന്നു പോയതുകൊണ്ട് തന്നെ ആ ഒരു ഡേയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോയെന്ന് ഞാൻ വളരെയധികം പേടിച്ചു, സ്വാമിയോട് ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് എനിക്ക് പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് സ്കൂൾ ലീവാക്കാനുള്ള ഒരു അവസ്ഥയും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം സ്കൂളിൽ ക്ലാസ് ഫോട്ടോ എടുക്കുന്ന ദിവസമായതുകൊണ്ട് ലീവാക്കാനും സാധിച്ചിരുന്നില്ല. ഞാൻ പരമാവധി അതിന്റെ തലേ ദിവസം രാത്രി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒപ്പിച്ചു അത് എഴുതാൻ തുടങ്ങി. പക്ഷെ അത് രാത്രി ആയിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം സ്കൂളിൽ വിട്ട് വന്നിട്ട് എഴുതാന്ന്. പക്ഷെ എനിക്ക് അറിയായിരുന്നു ആ ഒരു നൈറ്റ് കൊണ്ട് അത് വൃത്തിയിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു. സ്കൂളിലേക്ക് മാറ്റി ഇറങ്ങാൻ നേരത്ത് മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. ക്ലാസ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു വന്നത്. ടീച്ചേഴ്സിന്റെ ക്ലസ്റ്റർ മീറ്റ് ഉള്ളതുകൊണ്ട് അന്ന് ക്ലാസ് ഇല്ല എന്നായിരുന്നു വന്നത്. സത്യം പറഞ്ഞാല് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഈ ക്ലസ്റ്റർ മീറ്റ് അതിന്റെ 2 ദിവസം മുന്നേ നടത്താൻ വെച്ചിട്ട് ചെറിയ എന്തോ പ്രശ്നം മൂലം അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആ ഒരു ദിവസം ക്ലസ്റ്റർ മീറ്റ് വെച്ച് അന്ന് ക്ലാസ് ഇല്ല, ക്ലാസ് ഫോട്ടോ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അത് സ്വാമി എനിക്ക് ആ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാമി എനിക്ക് തന്ന ഒരു ചാൻസ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട്, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ പ്രൊജക്ട് എനിക്ക് നല്ല വൃത്തിയിൽ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയാക്കിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഒരിക്കലും വിചാരിച്ച എല്ലാ പ്രൊജക്റ്റും എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഒരു സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ആ ബാക്കി ഒരു നൈറ്റ് കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. സ്വാമി എന്ന ചാൻസ് എനിക്ക് വളരെയധികം ഒരു ഹെൽപ്പായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളൊരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ തേർഡ് ഇയർ എക്സാം ഒക്കെ എഴുതി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ഞങ്ങൾ കിടക്കാൻ നേരത്ത് ഫോണിലൊരു കോള് വന്നു. 10-10:30 ആയിട്ടുണ്ടാവും. നോക്കിയപ്പോൾ അത് സ്മിതേച്ചി ആയിരുന്നു, ഞങ്ങളുടെ ബാലവികാസ് ഗുരു. അപ്പൊ സ്മിതേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, മക്കളെ റിസൾട്ട് വന്നിട്ടുണ്ട്, രണ്ടുപേരും പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന് ശേഷം സത്യം പറഞ്ഞാൽ അതിനുശേഷം ഞങ്ങളെ കൂടുതൽ സന്തോഷിപ്പിച്ചത് എന്താന്ന് വെച്ചാല് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് സ്വാമിയുടെ മുമ്പിൽ വെച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു സമിതിയിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, പുട്ടപ്പർത്തിയിലെ പ്രശാന്തി നിലയത്തില് വെച്ചിട്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു സംഭവം ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. കാരണം അതിന് മുമ്പ് ഒരു വട്ടം മാത്രമേ ഞങ്ങൾ പുട്ടപർത്തിയിൽ പോയിട്ടുള്ളൂ ചേച്ചിയോടൊപ്പം. ഓണം സെലിബ്രേഷൻ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ ഒത്തിരി കുൽവന്താളിൽ ഇരിക്കുന്ന സമയത്ത് ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ അവിടെ ഇരിക്കുമ്പോൾ കിട്ടുക. അന്ന് ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വാമിയുടെ അടുത്ത് കുൽവന്താളിൽ ഇരുന്നിട്ട്. ഇനി ഇതുപോലെ സ്മിതേച്ചിയോടൊപ്പം ഒരു വട്ടം കൂടി ഞങ്ങൾ അവിടേക്ക് വരാൻ സാധിക്കണേ സ്വാമി. അതേ ആഗ്രഹം സ്വാമി ഞങ്ങൾക്ക് സാധിച്ചു തന്നു തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം പുട്ടപർത്തിയിലേക്ക് പോകാൻ ഞങ്ങൾ അത്രയ്ക്ക് അധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ജൂൺ മാസത്തിലാണ് പോകുന്നതെന്നൊക്കെ ഡേറ്റ് വന്നു. ഞങ്ങൾ ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു ഫെബ്രുവരി മാസമൊക്കെ മോഡൽ എക്സാമിന്റെ ഒക്കെ ഒരു ടൈമായി. ആ ഒരു ടൈമിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2022 ഫെബ്രുവരി 22 വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ബസ്സിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വീടിന്റെ മുന്നിൽ കുറെ ഇങ്ങനെ ആൾക്കൂട്ടം കണ്ടു. അപ്പൊ എനിക്കെന്തോ മനസ്സ് പെട്ടെന്ന് എന്തോ പെടഞ്ഞ പോലെയൊക്കെ തോന്നി. എന്താ കാര്യം എന്ന് അറിയാനിട്ട് അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും ആ വിവരം അറിഞ്ഞത്. സ്മിതേച്ചി ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോടൊക്കെ ഞങ്ങൾ വിട്ടു പോയിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ബാലവികാസിൽ കുറെ കുട്ടികൾ സമിതിയിലേക്ക് വരാതെയായി, ബാലവികാസ് അറ്റൻഡ് ചെയ്യാതെയായി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ നടന്നു. ശരിക്കും ഞങ്ങൾക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ കുറെ കാലം ഞങ്ങൾക്ക് ഇന്ന് വിട്ടു പോകാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു അമ്മേനെ പോലെ ഉണ്ടായിരുന്ന സ്മിതേച്ചി ഞങ്ങൾ
ഞങ്ങളെ ബാലവികാസ് ക്ലാസ് എടുത്തന്നു. കുറെ സ്മിതേച്ചിയുടെ വീട്ടിലൊക്കെ പോയി തേർഡ് ഇയർ എക്സാമിന് ഞങ്ങളെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു സ്മിതേച്ചി തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്വാമി ഞങ്ങളെ വിട്ട് പോകാൻ കഴിയുന്നതെന്ന് ഞാൻ ഒത്തിരി സ്വാമിയോട് ചോദിച്ചു. അങ്ങനെ അതിന്ന് ഞങ്ങളെല്ലാരും ഒന്ന് വിട്ടു മാറാൻ കുറച്ച് ടൈം എടുത്തു. പിന്നീട് ജൂൺ മാസമൊക്കെ ആയപ്പോൾ തേർഡ് ഇയറിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പുട്ടപർത്തിയിൽ പോകേണ്ട കാര്യം വന്നപ്പോഴാണ് സ്മിതേച്ചി ശരിക്കും ഞങ്ങൾ മിസ് ചെയ്തത്. കാരണം അന്ന് ഞങ്ങളെ കൂടെ സ്മിതേച്ചിക്ക് പകരമായിട്ട് വന്നത് ലക്ഷ്മി ചേച്ചിയും തങ്ക ടീച്ചറായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വാമി ശരിക്കും ഞങ്ങളുടെ കൂടെ സ്മിതേച്ചിയെ പുട്ടപർത്തിയിൽ വെച്ച് ഞങ്ങൾക്ക് തിരിച്ചു വന്ന പോലെയായിരുന്നു അത്. കാരണം സ്മിതേച്ചി ഞങ്ങളുടെ കൂടെ സ്വാമി കൊണ്ട് തന്നത് ലക്ഷ്മി ചേച്ചിയും തങ്ക ടീച്ചറായിട്ടായിരുന്നു. ശരിക്കും ലക്ഷ്മി ചേച്ചിയും തങ്ക ടീച്ചറും സ്വാമി സ്മിതേച്ചിയായിട്ടായിരുന്നു ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. സ്വാമി ഞങ്ങളുടെ ആഗ്രഹം പുട്ടപർത്തി വെച്ച് ശരിക്കും നിറവേറ്റി തന്ന പോലെ തന്നെയായിരുന്നു അത്. എനിക്കിപ്പോഴും വിശ്വാസമാണ് സ്മിതേച്ചി തന്നെയാണ് ഞങ്ങളുടെ കൂടെ അന്ന് പുട്ടപർത്തിയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളൊരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു ദിവസം സമിതിയിലുള്ളൊരു ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഒരു ദിവസം ഭജന ഉണ്ട് സമിതിയിൽ വെച്ചിട്ട്, അതായത് ഒരു സൺഡേ ആണെന്ന് തോന്നുന്നു, ഭജന ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം 10th ആയതുകൊണ്ട് തന്നെ ശനി ഞായറൊക്കെ 5 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവാറുണ്ട് ട്യൂഷൻ. അപ്പം ലീവ് എടുക്കാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, സ്വാമി നാളെ ഒരു ലീവ് കിട്ടിയിരുന്നെങ്കിൽ സമിതിയിൽ എനിക്ക് പോവായിരുന്നു. അത് ഞാൻ അങ്ങനെ വളരെ സ്വാമിയോടത്ത് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് ഒന്ന് ഉറപ്പ് പറയാനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ശരിക്കും എനിക്ക് അപ്പൊ തോന്നിയത് സ്വാമി ഇട്ടൊരു മെസ്സേജ് വരുന്നത്. കാരണം സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ്. എനിക്ക് ഒരുപാട് സന്തോഷം, അതിനൊപ്പം തന്നെ ഒരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നു. കാരണം ഞായറാഴ്ചയിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവധി കിട്ടാറുണ്ടായിരുന്നില്ല. അന്ന് സ്വാമി തന്ന ഒരു അവധിയായിട്ടാണ് ഞാനത് ശരിക്കും കണ്ടതുള്ളത്. അങ്ങനെ അന്ന് ഞാൻ സമിതിയിൽ പോയി ഭജനയിൽ പങ്കെടുത്തു. അന്ന് ഞാൻ ശരിക്കും സ്വാമിയുടെ അടുത്ത് ഒത്തിരി താങ്ക്സ് പറഞ്ഞു. എനിക്ക് ആ ദിവസം ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത്. അതുപോലെ തന്നെ കുറെ അനുഭവങ്ങൾ സ്വാമി അതുപോലത്തെ സെയിം കുറെ അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. കാരണം ഇന്ന് അതുപോലെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഇപ്പൊ ഞാൻ +2 പഠിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ട്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്നലെ ഒരു വൈകുന്നേരം ആയപ്പോ സമിതിയിലെ രാധാകൃഷ്ണേട്ടൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ചിട്ട് പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ച് ഇന്ന് ഭജനയും വേദപാരായണമൊക്കെ ഉണ്ട് രാവിലെ ഒരു 8 മണിക്കാണെന്ന് തോന്നുന്നു. അപ്പൊ എന്നോടും ചേച്ചിനോടും അതിൽ പങ്കെടുക്കാൻ വരാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു മൂത്ത മോളുണ്ടാവും, രണ്ടാമത്തെ മോക്ക് ട്യൂഷൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഓക്ക് പങ്കെടുക്കാൻ കഴിയുമോന്നറിയില്ല, ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും എനിക്ക് ലീവ് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കഴിയില്ല എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ വളരെ സങ്കടമായി അത്. കാരണം വല്ലപ്പോഴായിരുന്നു ഇങ്ങനെ ഈ പഠനത്തിന്റെ ഇടയിൽ നിന്ന് വല്ലപ്പോഴും എനിക്കൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറയുകയാണെങ്കിൽ ഭജനയിലും വേദപാരായണത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെയാണ് അത് കിട്ടുക. സമിയിലൂടെ മാത്രമേ ശരിക്കും അത് മനസ്സിലാക്കുള്ളൂ. അപ്പം എനിക്ക് വളരെ സങ്കടമായി, അതിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വളരെ സങ്കടപ്പെട്ടു. ഞാൻ കുറച്ച് കഴിഞ്ഞ് സായ്വാണി, ഇന്നത്തേക്കുള്ള സായ്വാണി റെഫർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചു. ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ ഞാൻ ഈ ട്യൂഷൻ ക്ലാസ്സിലെ ടൈം ടേബിൾ വന്നോ ഞാൻ അങ്ങനെ നോക്കി. ഒരു 8:45 വരെ ഞാൻ നോക്കിയിരുന്നു, അപ്പോഴും വന്നില്ല. പിന്നെ ഞാൻ ഇന്നത്തെ സത്സംഗത്തിന്റെ മീറ്റിൽ കയറി. അതിൽ സ്വാമിയുടെ ഒരു വീഡിയോ പ്രസന്റ് ചെയ്തിരുന്നല്ലോ. അപ്പൊ ഞാൻ സ്വാമിയോട് കുറേ പ്രാർത്ഥിച്ചു, നാളത്തെ ഭജനയിൽ എന്നും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണേ സ്വാമി ഞാൻ കുറെ പ്രാർത്ഥിച്ചു. പിന്നെ മീറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ആണ് ഞാൻ മനസ്സിലാക്കിയത് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 7:30 മുതൽ 11 മണി വരെ, ഇന്ന് 7:30 മുതൽ 11 മണി വരെയാണ് ട്യൂഷൻ എന്ന് കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സങ്കടമായി. കാരണം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ ഒരു സങ്കടമായി. പിന്നെ ഞാന് ഇന്നത്തേക്കുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഒരു പകുതി വരെ എഴുതി വെച്ചിട്ട് ഇന്നലെ കിടന്നുറങ്ങാൻ പോയി. ഉറങ്ങാൻ പോകുമ്പോ ആ ഒരു ടൈമിൽ വീണ്ടും ഒരു മെസ്സേജ് വന്നു മൊബൈലിൽ. നോക്കിയപ്പോ ചില സാങ്കേതിക കാരണങ്ങളാൽ ട്യൂഷൻ നാളെ ലീവായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു, അതായത് ഇന്ന് ലീവായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ് വന്നത്. അപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി നമ്മളൊക്കെ എന്താ പറയാ സ്വാമി ശരിക്കും നമ്മുടെ കേട്ടാ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. നമ്മൾ പറയുന്ന എല്ലാ സ്വാമി കേൾക്കുന്നുണ്ട്.
നമുക്കൊരു സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ എല്ലാത്തിനും സ്വാമി കൂടെ ഉണ്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്നിട്ട് ഇന്ന് സന്തോഷത്തോടെ ആ ഭജനയിലൊക്കെ പങ്കെടുത്തു. വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരുടെയും ലൈഫിൽ സ്വാമി എപ്പോഴും കൂടെ ഉണ്ടാകും. നമുക്കിനിപ്പോ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലോ രീതികളിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സ്വാമിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് നമ്മൾ മറ്റൊരാളെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വാമിയേക്കാൾ ഉപരി മറ്റൊരാൾക്കും നമ്മളുടെ സ്വഭാവങ്ങളിലോ രീതികളിലോ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയത്. ജയ് സായിറാം. മോളെ വളരെ വളരെ നന്നായിരുന്നു. സ്മിത, വാസ്തവത്തിൽ സ്മിതയെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് പതിനെ പാടണം കേട്ടോ. మన హస్తముతో అంటుకున్నప్పుడు దానికి చేతికంతా జిడ్డు కావటము, తదుపరి దానికి ఏదో షాంపూనో ఇక సోపో వేసుకుని దాన్ని శుభ్రం చేసుకోవటము మన నిత్య జీవితంలో ఒక అనుభవము. It is a common experience. If we hold anything which is a greasy material in our hand, the hand becomes greasy. The grease touches the hand and it sticks to the hand. In order to clean that grease, you use a shampoo or a soap and you have to clean the grease that has touched your hand. కానీ ఎంత జిడ్డు పదార్థమును మనం భుజించినప్పటికీ నాలుకకు మాత్రం జిడ్డు అంటుకోవటం లేదు. But remember, whatever greasy material and greasy food which you may eat, no grease touches or sticks to the tongue. అందువలననే మన జిహ్వను పవిత్రమైనటువంటి రీతిగా ప్రకటిస్తూ వచ్చేసేసినారు. జిహ్వే రసగ్ని మధుర ప్రియత్వం సత్యం హితం త్వాం పరమం వదామి. ఆ వర్ణయేత మధురాక్షరాన్ని గోవింద దామోదర మాధవేతిని. ఓ నాలుక, నీవే ఈ పరమాత్మ యొక్క నామమును స్మరించడానికి అధికారివి. మరొక దానికి సర్వము జిడ్డుగా చేరుతుండాది. నీకు జిడ్డు ఉండదు కనుక నీవు ఆ నిర్మలమైన నిశ్చలమైన నిస్వార్థమైనటువంటి యొక్క పరమాత్మ నామాన్ని చింతించమని చెప్పని సత్యమైన వాక్కుగా ప్రబోధించారు పరమభక్తులు. It is because the tongue does not attach to itself any grease. The tongue has always been described as a very sacred limb of ours. The jihva or the tongue is very sacred, and that is why the tongue has been told to utter the sacred names, Govinda, Madhava. These are the words which the tongue alone is entitled to utter. All other limbs become greasy if you take anything of that kind, but the tongue is sacred in this respect. Hi, I'm Dr. Harish Ravi Warrior, hailing from the land of Ayurveda with a rich. സൈന, ഗോപിക പതിനെ പാടിക്കൊള്ളു മോളെ. സായിറാം ചേച്ചി. സായിരാമ നമോസ്തുതേ, സായി കൃഷ്ണ നമോസ്തുതേ, സായിരാമ നമോസ്തുതേ, സായി കൃഷ്ണ നമോസ്തുതേ, ശിരഡി സായി നമോസ്തുതേ, ശിരഡി സായി നമോസ്തുതേ, ബാബാ നമോസ്തുതേ, ബാബാ നമോസ്തുതേ, 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 സായിരാമ നമോസ്തുതേ, 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 സായിരാമ നമോസ്തുതേ, സായിരാമ നമോസ്തുതേ, സായി കൃഷ്ണ നമോസ്തുതേ, ശിരഡി സായി നമോസ്തുതേ, ബാബാ നമോസ്തുതേ, 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 സായിരാമ നമോസ്തുതേ, 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 ഗോപിക, താങ്ക് യു സോ മച്ച്. ശരിക്കും മോള് ഒരു ബാലവികാസ് ജെം സ്റ്റുഡന്റ് തന്നെയാണ്, ഒരു രത്നം തന്നെയാണ്.
ഭഗവാൻ എപ്പോഴും മോളെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ മോളെ. കൺഗ്രാറ്റുലേഷൻസ്. ആരാം ചേച്ചി. സായി ഉപമ, നിങ്ങൾ രാധേശ്യാം എന്ന് ജപിക്കുമ്പോൾ ആ നാമത്തിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. രാധ എന്നാൽ ഒരു വ്യക്തിയല്ല, അത് ധര, അതായത് ഭൂമിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ജഡമാണ്, സൃഷ്ടിയാണ്. ശ്യാമ അഥവാ കൃഷ്ണ സ്രഷ്ടാവാണ്, ആത്മതത്വമാണ്. ചിത്തം അഥവാ അവബോധമാണ്. പുരുഷൻ അഥവാ പരമാത്മാവാണ്, ബ്രഹ്മമാണ്. ശക്തിയാണ് പരമാത്മാവ്. വ്യക്തി ജീവാത്മാവാണ്. സമുദ്രം ശക്തിയും തിരമാല ജീവനുമാണ്. എല്ലാ സ്വാദുകളും എല്ലാ ശക്തികളും തിരമാലകളിൽ നിന്ന് ഗർജനവും സമുദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അവയെല്ലാം സമുദ്രത്തിൽ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ തിരമാലയുടെ നാമരൂപങ്ങളുടെ അപ്രത്യക്ഷതയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് സമുദ്രത്തിൽ ലയിക്കുന്ന തിരമാലയുടെ അവസ്ഥയാണത്. അതുപോലെ വ്യക്തിത്വം എന്ന വ്യത്യാസമില്ലാതെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന അവസ്ഥയ്ക്കാണ് മുക്തി അഥവാ മോക്ഷം എന്ന് പറയുന്നത്. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായിരാം. 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 സായിരാം.